പത്തനംതിട്ടയിലേക്കാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളെ സമരം ചെയ്യാൻ അനുവദിക്കാതെ പോലീസ്. നിരണം പഞ്ചായത്തിന് മുൻപിലെ സമരമാണ് പോലീസ് അനുവദിക്കാത്തത്. സംസ്ഥാന വ്യാപകമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തുന്ന സമരമാണ് പോലീസ് നടത്താൻ അനുവദിക്കാത്തത്. അവിടെ നിന്ന് സുജു ടി ബാബു ചേരുകയാണ്. സുജു, എന്താണ് അവിടുത്തെ സാഹചര്യം? അക്ഷയ്, സമാധാനപൂർവ്വമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരം എത്തിയാണ്. സാധാരണ ഈ ഗേറ്റിന് അകത്ത് നിന്നാണ് ഈ സമരം നടത്തുന്നത്. എന്നാൽ ഇപ്രാവശ്യം പുളിക്കീഴിലെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ സമരം അകത്ത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനാവശ്യ പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് ഈ പുളിക്കീഴ്, ഈ നിർണ ഗ്രാമപഞ്ചായത്ത്. ഈ സ്ത്രീകളൊക്കെ തന്നെ വലിയ രോഷത്തിലാണ്. ഈ സമരം നടത്താനായിട്ട് സമ്മതിക്കുന്നില്ലേ? സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇത്രയും വർഷം സമരം ചെയ്യുന്ന ഈ പഞ്ചായത്തിനകത്താ. ഇപ്പം മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു വ്യവസ്ഥ വന്നത്. ഒന്നും കേട്ടുന്നില്ല, ആരും കേട്ടുന്നില്ല പഞ്ചായത്തിലോട്ട്. ആർക്കും ദോഷത്തിനായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാൻ വന്നതല്ല. ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് പറയുന്നതാണ്. അതിന് വേറെ രീതിയിൽ ചിത്രീകരിച്ച് ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളില്ല. അതായത് ഇതിന്റെ നേതാവ് CPM സനൽകുമാറോട് ചെയ്യണം. എന്താണ് പ്രശ്നം? നമ്മുടെ ഇന്ന് നമ്മുടെ ജില്ലയിലുടനീളം ഈ ജൂലൈ 1 മുതൽ നടപ്പാക്കുന്ന VBG റാംജി എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ നിയമം വലിയ തോതിൽ തൊഴിലാളികൾക്ക് ദ്രോഹകരമായിട്ടുള്ളൊരു നിയമമാണ്. ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തികച്ചും എന്തിനാണ് ഈ പുളിക്കീഴിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഇങ്ങനെ ഒരു പിടിവാശി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തെ ഞങ്ങൾക്കെല്ലാം അറിയുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ പുതുതായി വന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹം ഇവിടെ വന്നത്. ഞാനിപ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത്. ഫോണിലൂടെയൊക്കെ നിരന്തരമായി സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഞാനിപ്പോൾ കുന്നന്താനം പഞ്ചായത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ആ പഞ്ചായത്തിൻ്റെ പടിക്കൽ സമരം നടത്തിയിട്ടാണ് വരുന്നത്. അവിടെ ഒരു സ്ഥലത്ത് പോലും ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്നില്ല. പഞ്ചായത്തിൽ വരുന്ന ജനങ്ങളെ ഞങ്ങൾ തടയുന്നില്ല. നിരണം പഞ്ചായത്തിനുള്ളൊരു പ്രശ്നം, പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടം അവിടെ പണി നടക്കുകയാണ്. ഇവിടെ ഈ ശിശുവിഹാറിലാണ് പഞ്ചായത്ത് കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷവും സമരം ചെയ്താലും UDF സമരം ചെയ്താലും എല്ലാ കാലത്തും ഞങ്ങൾ ഇത് വന്നേ പിന്നെ അവിടെ ആ ശിശുവിഹാറിനോട് ചേർന്ന് പഞ്ചായത്തിൽ വരുന്നവർക്ക് യാതൊരു തടസ്സവും ഉണ്ടാക്കാതെയാണ് സമരം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത് നമ്മുടെ കടപ്ര വീയവരെ ലിങ്ക് ഹൈവേയുടെ സൈഡിലാണ്. ഇത് യാത്രക്കാർക്ക് കൂടി ഇവർ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചായത്ത് വരുന്നവരെയും പോലീസാണ് തടഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഒരു ഉപരോധവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. മനുഷ്യർക്ക് വാഹനത്തിൽ പോകേണ്ട ഇത്രയും സ്ത്രീകളെ ഉള്ളൂ. ഒരുപാട് പേരുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ 1000 പേര് പങ്കെടുത്ത സമരസ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ നിരണം പഞ്ചായത്തിലെ ഈ അപ്പർ കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികളും തീരെ പാവത്തങ്ങളുമായിട്ടുള്ള, പ്രത്യേകിച്ചും അവശ ജനവിഭാഗങ്ങളിലും എല്ലാം പെട്ട തൊഴിലാളികളോട് വളരെ മോശമായിട്ടുള്ളൊരു സമീപനമാണ് ഇപ്പോൾ പുളിക്കീഴ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സമാധാനപരമായി തന്നെ ഈ സമരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം കാണിക്കുന്ന ഈ പിടിവാശി സത്യത്തിൽ അദ്ദേഹം ഉപേക്ഷിക്കേണ്ടതാണ്. ഞങ്ങൾ പഞ്ചായത്തിനകത്ത് കയറുന്നില്ല, പഞ്ചായത്ത് ഉപരോധിക്കുന്നില്ല. കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് പിന്തുണയുണ്ട്. ജനപ്രതിനിധികൾക്കെല്ലാം ഈ സമരത്തോട് താല്പര്യമാണ്. 1-ാം തീയതി മുതൽ എങ്ങനെയാണിത് നടത്തേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു മാർഗ്ഗരേഖയും വന്നിട്ടില്ല. ഇത് സംസ്ഥാനത്ത് ആകെ നടത്തുന്ന ഒരു സമരമാണ്. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള അധികാരികളെ ഞങ്ങൾ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് ഓഫീസിന് യാതൊരു തടസ്സവും ഉണ്ടാക്കുന്നില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ അറിഞ്ഞോണം, നിങ്ങളുടെ ഭരണം വന്നതിൻ്റെ ഗതികേട് ഞങ്ങൾ അനുഭവിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്, മാന്യമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിനൊരു പിടിവാശി, ഇത് പഞ്ചായത്തിന് വെളിയിൽ തന്നെ നടത്തണം. എന്തിനാണ് അദ്ദേഹം തന്നെ പറയുന്നത് മറ്റു പഞ്ചായത്തുകളിൽ ഞാൻ സമരം കണ്ടിട്ട് വരികയാണെന്ന്? അപ്പോൾ ഇതൊരു അനാവശ്യമായ, പുളിക്കീഴ് സർക്കിൾ ഇൻസ്പെക്ടർ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് വളരെ അനാവശ്യമായ ഒരു ധിക്കാരപൂർവമായ ഒരു സമീപനമാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ കാണിച്ചിരിക്കുന്നത്. ആ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരം, അതിനെതിരെ പോലീസ് എടുത്തിരിക്കുന്ന നിലപാട്, നിരണം പഞ്ചായത്തിലാണ് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരത്തെ തടയുന്ന നിലപാടുമായി പോലീസ് എത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് സുജു ടി ബാബു നൽകുകയും ചെയ്തത്.